പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗായത്രിയുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്ന ജയരാമൻ ഇതേ തുടർന്ന് പ്രമീളയെ ചെന്ന് കാണുകയാണ്. പ്രമീള, അഭിയുടെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവന്റെ ആരോഗ്യകാര്യം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാനിപ്പോൾ അവന്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അവന് ഒരു പ്രശ്നവും ആ വീട്ടിൽ വെച്ച് ഉണ്ടാവുകയില്ല. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. ഞാൻ നോക്കിക്കൊള്ളാം അബിയെ, എൻ്റെ സ്വന്തം മകനെ പോലെ. നിങ്ങൾ ധൈര്യമായിരിക്കുക. ദേവബാലയ്ക്കും ദേവരാജനും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയും കണ്ടും ഒക്കെ തന്നെയാ ചെയ്യുന്നേ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് എൻ്റെ വാക്കാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. എന്താ? എന്തു പറ്റി? അത് കുറച്ച് സീക്രട്ട് ആണ്. മറ്റാരും തൽക്കാലത്തേക്ക് ഈ കാര്യം അറിയണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതെന്താ ജയരാമേട്ടാ? എന്തു പറ്റി? എന്നോട് പറ. ഞാൻ ആരോടും പറയില്ല. ഞാൻ ഗായത്രിയെ കണ്ടു. എന്ത്? ഗായത്രി ചേച്ചിയോ? എവിടെ? എപ്പോ? എവിടെയുണ്ട് ഇപ്പോ ഗായത്രി ചേച്ചി? നീ പേടിക്കണ്ട. ഗായത്രി ഇപ്പോൾ എൻ്റെ വീട്ടിൽ സുരക്ഷിതയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഗായത്രിയെ കണ്ടത്. എനിക്കും ഗായത്രി ചേച്ചിയെ ഒന്ന് കാണണം. നിക്ക്, അതിനുള്ള സമയമായിട്ടില്ല. അതെന്താ? ഗായത്രി പഴയ അവസ്ഥയിലല്ല. മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി വീട്ടിൽ വെച്ച് നോക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി നടന്നതിനു ശേഷം ഞാൻ എന്തായാലും പ്രമീളയെ വിളിക്കാം. അപ്പോൾ പ്രമീള വന്നാൽ മതി. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഇത് കേട്ട് പ്രമീള, എന്നാലും എനിക്കൊന്ന് കാണണമെന്നുണ്ട് ഗായത്രി ചേച്ചിയെ. അത് അതിനൊരു വഴി ഞാൻ ഉണ്ടാക്കാം, അധികം വൈകാതെ തന്നെ. എന്തായാലും ഇപ്പോൾ മറ്റുള്ളവർ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പ്രശ്നങ്ങൾ വളരെ മോശമായി വരികയുള്ളൂ. ആദ്യം അവളുടെ മാനസിക നില ഒന്ന് സ്റ്റേബിൾ ആകട്ടെ. അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങൾ. ഇത് കേട്ട് പ്രമീള, ഞാൻ അഭിയോട് പറഞ്ഞാലോ? അഭിയോട് പറഞ്ഞാൽ ഇപ്പോൾ അവൻ അമ്മയെ കാണണമെന്ന് പറയും. ഈ ഒരു അവസ്ഥയിൽ അത് വേണോ? ഇത് കേൾക്കുന്ന പ്രമീളയും ഒന്ന് ശങ്കിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.